ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറുപഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പീസ് ആട്ടോ പറയുന്നത്. ഞാൻ ഫസ്റ്റ് 1 ബൈ 1 കാണിക്കാം. അപ്പോൾ രണ്ടിനും ഇനീഷ്യലി ഉണ്ടാക്കുന്നതെല്ലാം സെയിം ഒരേപോലെയാണ്. പിന്നെ ലാസ്റ്റാണ് നമ്മളിത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെറുപഴം, ഞാൻ പാളയംകോടൻ പഴമാണ് എടുത്തത്. തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ. നമുക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്താ പറയുക, മിക്സിയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി ഉടച്ചെടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാരലലി ഒരു പാത്രത്തിൽ നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കുക, ശർക്കര പാനി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈ നേരത്തെ എടുത്ത ഇതില്ലേ, എന്താ പറയുക, പഴത്തിൽ കുറച്ച് ഏലക്കായും പൊടിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തു. അരിപ്പൊടിയിൽ ഞാൻ ഈ നമ്മൾ കൂട്ടി വെച്ച പഴത്തിൻ്റെ മിക്സ് ഇട്ടു. അതിലേക്ക് നമ്മൾ ഒഴിച്ച ശർക്കരയും ഇട്ടു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. അപ്പോൾ 1 കപ്പ് ഇതാണ് ഞാൻ എടുത്തത്, നമ്മുടെ അരിപ്പൊടി. ഓക്കെ. ഇപ്പോൾ ഏലക്കായ ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചിരണ്ടിയ തേങ്ങ തിരുമ്മിയത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. ഹെൽത്തിയാണ്, എണ്ണയൊന്നും വേണ്ട. അപ്പോൾ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കഴിയുന്നത് ഈ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ശർക്കര കുറച്ചും കൂടി കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ശർക്കര ഒഴിച്ചത്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ പഴത്തിൻ്റെ ഒരു ഇത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മിക്സിയിൽ അരയ്ക്കാഞ്ഞത്, ഈ പഴം. ഓക്കെ. അപ്പം എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു, ഒരു ചോറ് പാത്രത്തിൽ കുറച്ച് എണ്ണയല്ല നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തി വെച്ചു കേട്ടോ. വേറെ ഒന്നുമില്ല, ഒരു സാധാരണ ഒരു ചട്ടി എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെച്ചു. എന്നിട്ട് ഞാൻ അതിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇനി പുഴുങ്ങും. ഞാൻ അതിന് വേണ്ടിയിട്ട് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചെമ്പിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ റിങ് ഇറക്കില്ല, നമ്മൾ ചൂടൊക്കെ വെക്കണ പാത്രത്തിൽ ചൂട് പാത്രത്തിൽ വെക്കുന്ന റിങ് ഉണ്ടല്ലോ, ആ റിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചോറ് പാത്രം, ഈ മാവുള്ള ചോറ് പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചു. അങ്ങനെ ഞാനിത് അടച്ച് വെച്ച് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ നോക്കി. എൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, നമ്മൾ പപ്പടക്കോലോടൊന്ന് കുത്തി നോക്കി. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഉള്ളിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ള് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, തീ ഓഫാക്കിയിട്ട് അത് പുറത്തേക്ക് എടുത്തു. നമ്മളിത് ഒന്ന് തണുക്കുമ്പോൾ ഇങ്ങനെ കമത്തി എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് നല്ല അടിപൊളി നമുക്ക് കിണ്ണനപ്പം കിട്ടും ഈ ഒരു പഴത്തിൻ്റെ കേട്ടോ. അപ്പം നല്ലതാണ്, നല്ല സോഫ്റ്റായ സാധനമാണ്. നമ്മൾ വേറെ ഒന്നും ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇടുന്നില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഈ മാവ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇലയിൽ ഇങ്ങനെ പരത്തിയെടുത്തു. കുറച്ച് നൈസായിട്ട് പരത്തിയെടുത്തു. എന്നിട്ട് ഇല മടക്കിയിട്ട് ഞാൻ ചുട്ട് ഉണ്ടാക്കുക കേട്ടോ. ഈ നമ്മൾ അട ഉണ്ടാക്കില്ലേ, ചില സ്ഥലത്ത് ഓട്ടട എന്നൊക്കെ പറയും, ചക്കടയൊക്കെ ഉണ്ടാവില്ലേ, ചക്കടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആവിയിൽ വേവിക്കുന്നതല്ലാന്നേ ഉള്ളൂ. ഈ ഇലയോട് കൂടിയിട്ട് നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും ശരിക്കും നല്ലതാണ്. ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും, തിൻ ലെയറായിട്ട് കിട്ടും നമ്മൾ പരത്തി എടുക്കുന്നത് കൊണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് നാടൻ പലഹാരമാണ്. അപ്പം ഇത് ഞാൻ എത്രയോ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ പാളയംകോടനൊക്കെ അധികം വന്നിട്ട് പഴുത്തിട്ട് കറുത്തിട്ട് കൊണ്ട് കളയണത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.